വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു ഹെൽത്തി ടേസ്റ്റി ദാൽ പാലക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടി നമുക്ക് വേണ്ട ദാൽ ഇതൊരു ടീ കപ്പിൽ ഞാൻ ഒരു കപ്പ് ദാൽ തോരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ട് നല്ലോണം 2-3 പ്രാവശ്യം കഴുകി അത് പ്രഷർ കുക്കറിൽ 3 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് 4 വിസിലിലേക്ക് വേവിച്ചിട്ടുണ്ട്. പിന്നെ പ്രഷർ കുക്കർ തണുത്തിട്ട് അത് തുറന്ന് എടുത്ത ദാലാണിത്. പിന്നെ നമുക്ക് വേണ്ടത് പാലക്കാണ്, സ്പിനച്ച് ലീവ്സ് ആണ്. ഇതൊരു 200 ഗ്രാംസ് ഉണ്ടാവും. അത് നല്ലോണം കഴുകി അതിൻ്റെ ഈ വണ്ണമുള്ള സ്റ്റെമ്മൊക്കെ കളഞ്ഞിട്ടുണ്ട്, ഇല മാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇല നമുക്ക് ചെറുതായിട്ട് അരിയണം ദാലിലേക്ക് ഇടുന്നതിന് മുമ്പേ. പിന്നെ വേണ്ട 2 ഡ്രൈ ചില്ലിയാണ്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 12 എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസ് പൗഡേഴ്സാണ്. അത് ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം ഓരോന്നായിട്ട്. ഒരു പാൻ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ആൻഡ് 1 ടീസ്പൂൺ നെയ്യാണ് ഇടാൻ പോണേ. നെയ്യിൽ കുക്ക് ചെയ്ത ദാലിന് നല്ലൊരു ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ ഉണ്ടാവും. ഇനി നമ്മൾ 1 ടീസ്പൂൺ കടുകാണ് ആഡ് ചെയ്യുക. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഒരു 30 സെക്കൻഡ്സ് വറുത്തിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കാൻ പോണേ. ജീരകം നമ്മളൊരു 1/2 മിനിറ്റേക്ക് വറക്കും. അത് കരിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, 12 വെളുത്തുള്ളിയാണ്, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇടുമ്പോൾ ഗാർലിക് ഒരു നല്ല ഫ്ലേവറും ടേസ്റ്റും തരും ദാലിന്. ഇത് നമ്മളൊരു 1-2 മിനിറ്റ് നല്ലോണം വറക്കും. നല്ലോണം അതിൻ്റെ റോ സ്മെൽ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവോള ഇതിലേക്ക് ആഡ് ചെയ്യുള്ളൂ. സവോള ഒരു 3-4 മിനിറ്റത്തേക്ക് നല്ലോണം വഴറ്റണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ. കുറച്ച് ഉപ്പ് നമ്മൾ ഈ സ്റ്റേജിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, സവോള വേഗം വഴന്ന് കിട്ടാനായിട്ട്. പക്ഷെ നമ്മൾ ദാലിൽ വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ചേ ഇപ്പോൾ ആഡ് ചെയ്യുള്ളൂ. സവോള നല്ലോണം സമയമെടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റണം. ഇനി നമ്മൾ 1/2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 3 മിനിറ്റ് നമ്മൾ വഴറ്റി സോഫ്റ്റ് ആക്കണം. ടൊമാറ്റോ പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല, സോഫ്റ്റ് ആയാൽ മതി. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണേ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ 3 പൊടികളെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും, ഈ പൊടികളൊന്നും കരിയാതിരിക്കാനായിട്ട്. എന്നിട്ടൊരു നല്ലോണം ഒരു 3-4 മിനിറ്റ് ഇത് വഴറ്റണം. ഈ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ പോയിട്ട് നല്ലോണം വഴറ്റി എടുക്കണം മസാല, എന്നാലേ ദാലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പാലക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്യുക. മുഴുവൻ പാലക്ക് ഇത് കുറേ ഉണ്ടെന്ന് തോന്നും, പക്ഷെ പാലക്കിൽ കുറേ വെള്ളമുണ്ട്. സോ അത് വഴറ്റുമ്പോഴത്തേക്ക് നല്ലോണം ചുരുങ്ങും. ഇതൊരു 5 മിനിറ്റ് നമ്മൾ നല്ലോണം വഴറ്റണം, എന്നാലേ പാലക്കിൻ്റെ ആ പച്ചമണം പോയിട്ട് നല്ലോണം കുക്കാവുള്ളൂ മസാലയായിട്ട്. നല്ലോണം വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ചുരുങ്ങും ഇത് പാലക്ക്. ഇപ്പോൾ മസാലയും പാലക്കും കൂടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച് ദാലാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ദാല് ഈ സ്റ്റേജിൽ കുറച്ചും കൂടെ മാഷ് ആക്കണമെങ്കിൽ ആക്കാം. എന്നിട്ട് നല്ലോണം മസാലയും പാലക്കുമായിട്ട് യോജിപ്പിക്കണം, എന്നാലേ ആ ദാലിന് ആ എല്ലാ ടേസ്റ്റും ഫ്ലേവറും നല്ലോണം പിടിക്കുള്ളൂ. നല്ലോണം ഇളക്കി അത് യോജിപ്പിക്കുക. ഈ ഇത്രയും തിക്കായിട്ട് വേണമെങ്കിൽ ഇത്രയും തിക്കായിട്ട് എടുക്കാം. എനിക്ക് കുറച്ച് വെള്ളമുള്ള ദാലാണ് ഇഷ്ടം, അത് കാരണം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലോണം ഇളക്കിയിട്ട് ഉപ്പ് നോക്കണം. ഈ സ്റ്റേജിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക.
ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ദാൽ നല്ലോണം ഈ ഫ്ലേവേഴ്സൊക്കെ സോക്ക് ചെയ്യാനായിട്ട് കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ദാൽ ഇപ്പോൾ റെഡിയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അര നാരങ്ങ ആണ് ഇതിലേക്ക് പിഴിയുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. നമ്മളുടെ ദാൽ പാലക് റെഡിയാണ്. ഇത് റൈസ്, റോട്ടി എന്തിൻ്റെയും കൂടെ ഉച്ചയ്ക്കോ രാത്രിയൊക്കെ എടുക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റി ഒരു ഹൈ അയേൺ ആൻഡ് പ്രോട്ടീൻ ഉള്ള ഡിഷാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.